നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ആങ്സൈറ്റിയിലൂടെയും സ്ട്രെസ്സിലൂടെയും കടന്നു പോകുന്ന ഒരു സമയമാണ്. കാരണം ഒരു ഭാഗത്ത് റീനീറ്റിന് വേണ്ടി ശക്തമായി വാദിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ട വാർത്തകൾ പ്രകാരം ജന്തർ മന്ദറിൽ ഇരുന്നു പോലും റീനീറ്റിന് വേണ്ടി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെയാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് കഷ്ടപ്പെട്ട് വർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി നേടിയ നീറ്റ് റാങ്കിന് ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നീതിപരമായ ഒരു സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ആദ്യത്തെ റീനീറ്റിന് വേണ്ടി വാദിക്കുന്നവരുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിനകത്ത് പലരും ബോർഡർ ലൈൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ 630, 640 ഒക്കെ വരുന്ന സ്റ്റുഡൻസ് കഴിഞ്ഞ തവണത്തെ നീറ്റ് റാങ്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് MBBS ഈവൻ ഓൾ ഇന്ത്യ കോട്ടയിലെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഗവൺമെന്റ് MBBS സീറ്റ്. എന്നാൽ ഇത്തവണ ആ ഒരു പ്രതീക്ഷ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം കട്ട് ഓഫ് ഉയർന്നിരിക്കുന്നു, 645-ലോട്ടോ 50-ലോട്ടോ ഒക്കെ അത് പോയേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, പേപ്പർ ലീക്കുമായി ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ബീഹാറിൽ നിന്ന് അതുപോലെ ജാർഖണ്ഡിൽ നിന്നൊക്കെ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ റീനീറ്റിന് വേണ്ടി വാദിക്കുമ്പോൾ അവരെ നമുക്ക് അതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. അവരുടെ ഭാഗത്ത് കൃത്യമായ ന്യായമുണ്ട്. കാരണം ഇതിനകത്ത് ഒരാൾ പോലും അനർഹമായിട്ട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അർഹനായ ഒരു സ്റ്റുഡന്റിന്റെ സീറ്റാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് മുൻനിർത്തിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ളത് അവരുടെ ന്യായമായ ആവശ്യമാണ്. അവർ റീനീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യായമുണ്ട്, നീതിയുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ മറുവശത്തോട്ട് വരുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് 5ാം ക്ലാസ് തൊട്ടേ പലരും ഫൗണ്ടേഷന് പോയി തുടങ്ങുന്നു. അങ്ങനെ 6, 7, 8 വർഷങ്ങളുടെ ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഗവൺമെന്റ് MBBS എന്ന അവരുടെ സ്വപ്നം അവര് നേടിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഭൂരിഭാഗം അവരുടെ പഠിത്തത്തിന്റെ സമയം അവർ നീറ്റ് സ്വപ്നം കണ്ടാണ് നടന്നത്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒരു കഷ്ടപ്പെട്ട് റാങ്ക് വാങ്ങിക്കുമ്പോൾ ഇനി ഒരു റീനീറ്റ് വരുമ്പോൾ ഈവൻ റാങ്ക് നേടിയവർ പോലും ചിലപ്പോൾ പിറകോട്ട് പോയേക്കാം എന്ന പേടി അവർക്കുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുയർത്തുന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്, ന്യായമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലോട്ട് വരുമ്പം ഇരു കൂട്ടർക്കും നീതിപരമായ ഒരു സൊല്യൂഷൻ ഇതിനകത്ത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സംഭവിച്ചത് നീതിപരമായി പരീക്ഷ നടത്തേണ്ട സർക്കാർ തലത്തിലുള്ള ഏജൻസികൾ അവർ കൃത്യമായി അത് നടത്തണമായിരുന്നു. അല്ലാത്തിടത്തോളം കാര്യങ്ങൾ ഇനി കോംപ്ലിക്കേറ്റഡ് ആകും. ഇതിനകത്ത് ഇരു കൂട്ടർക്കും നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ എന്തായാലും എനിക്ക് ഇതിനകത്ത് ഞാൻ കാണുന്നില്ല. എനിവേ നമ്മൾ ഫാക്റ്റുകളിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് വരണം. അനർഹനായ ഒരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ പോലും ആ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനെ നമുക്ക് പബ്ലിഷ് ചെയ്യാനാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിവേ കോടതിയും ഇനി അങ്ങോട്ട് തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും, സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒടുവിൽ അത് കോടതിയിൽ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഫൈനലി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ ഇതിനകത്ത് നിന്ന് നീതിപരമായ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. That's all. Thanks for watching.